കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുവാനുമായി യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീതിജാഥ എന്ന രീതിയിൽ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് 1991 നടപ്പിലാക്കുക, സമ്പൽ ഷാഹി മസ്ജിദിലെ വെടിവെപ്പിൽ UP പോലീസ് സംഘപരിവാർ പോലീസിൻ്റെ ഭീകരത അവസാനിപ്പിക്കുക, ഈ നിയമത്തിൻ്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യ മൂല്യവും നിലനിർത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇന്ന് ഈ ജാഥ സംഘടിപ്പിച്ചത്. രാജ്യത്തുടനീളം വ്യത്യസ്തമായ വിഭാഗീയ ചിന്തകൾ പകർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ തനിമയും തകർക്കുവാനുള്ളൊരു ശ്രമം രാജ്യത്തെ വർഗീയ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ജാഗ്രതയോടുകൂടി അത് തിരിച്ചറിയുകയും വിവേകത്തോടുകൂടി അതിനെ പ്രതിരോധിക്കുകയും ഇന്ത്യയിലുടനീളം ഈ രാഷ്ട്രീയ ആശയത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും മുസ്ലിം ലീഗ് അതിൻ്റെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1991 ആരാധനാലയ സംരക്ഷണ നിയമം വരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിവേകപൂർവമായ ഇടപെടലിൻ്റെ ബാക്കി പത്രമാണ് എന്ന അഭിമാനകരമായ യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി, ഈ സമരം, ഈ പ്രതിഷേധം, ഈ നീതിജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.